ആരോഗ്യം അമൂല്യം. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ മൊഹലിസ വി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ അംഗീകരിക്കാനും അവരെ സമൂഹത്തിൽ ഉൾപ്പെടുത്താനും വേണ്ടിയാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആചരിക്കുന്നത്. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ലോക ജനസംഖ്യയുടെ 16% ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷിയുള്ളവരാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ തീം എന്നത് ആംപ്ലിഫയിങ് ദ ലീഡർഷിപ്പ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഭിന്നശേഷിക്കാരുടെ നേതൃത്വ പാഠവം വർദ്ധിപ്പിക്കുക, അവരെ ഉൾക്കൊള്ളുന്നതിനും അവരുടെ സുസ്ഥിരമായ ഭാവിക്കുമായി ഭിന്നശേഷിയുള്ളവരുടെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാനും അതിൽ അവരെ ഉൾപ്പെടുത്താനും അതിനുവേണ്ട നേതൃത്വ പാഠവം അവർക്ക് പരിശീലിപ്പിക്കുവാനും വേണ്ടിയാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള ഭിന്നശേഷിയുണ്ട്. റൈറ്റ്സ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 വന്നിട്ടുള്ളത്. പുതിയതായ ഈ ആക്ട് പ്രകാരം 21 രീതിയിലുള്ള ഡിസബിലിറ്റികളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വരുന്ന ഏതൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് അറിയാം. ബ്ലൈൻഡ്നെസ്, കാഴ്ചപരിമിതി, ലോ വിഷൻ, ലെപ്രസി ക്യൂർഡ് പേഴ്സൺസ്, ഹിയറിംഗ് ഇംപയർഡ് പേഴ്സൺസ്, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, ഡോർഫിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മെന്റൽ ഇൽനസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സെറിബ്രൽ പാൽസി, muscular dystrophy, chronic neurological conditions like multiple sclerosis, Parkinson's disease, specific learning disabilities, speech and language disability, thalassemia, hemophilia, sickle cell disease, multiple disabilities, acid attack victims. ഈ 21 കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ വേണ്ടി അപേക്ഷകൾ നൽകാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം ഭിന്നശേഷി ഉണ്ട് എന്ന് അറിയാനാണ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ പോകേണ്ടി വരും. 2024 റൈറ്റ്സ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് കൂടുതൽ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. UDID പോർട്ടലുകൾ വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി? ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള ആളുകൾക്കാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാവുക. UDID കാർഡ്, യുണീക്ക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ്, അത് 3 രീതിയിലുണ്ട്. വെള്ള ബാൻഡ് ഉള്ളത്, അത് പറഞ്ഞാൽ 40% കുറവ് ഡിസബിലിറ്റി ഉള്ളവർ. യെല്ലോ ബാൻഡ് ഉള്ള കാർഡുകളിൽ 40 മുതൽ 80% ഡിസബിലിറ്റി ഉള്ളവർ. അതേപോലെ ബ്ലൂ കാർഡുകൾ 80% കൂടുതൽ ഡിസബിലിറ്റി ഉള്ളവരാണ് ബ്ലൂ ബാൻഡ് കാർഡിൽ ഉൾപ്പെടുന്നത്. എങ്ങനെയാണ് ഡിസബിലിറ്റി കാർഡ് ലഭിക്കുക? നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിനെ മെഡിക്കൽ ബോർഡിൽ, അതിൽ ചീഫ് മെഡിക്കൽ ഓഫീസറും ഈ കണ്ടീഷൻ്റെ വേണ്ടി നോക്കേണ്ട ആ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടറും ഉൾപ്പെട്ട ഒരു മെഡിക്കൽ ബോർഡ് വിളിക്കും. അവിടുന്ന് ഈ ഡിസബിലിറ്റിയുടെ തോത് അല്ലെങ്കിൽ എത്ര % ഡിസബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ ഭിന്നശേഷിക്കാരുടെ തോത് കുറയ്ക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളാവുമ്പോൾ തന്നെ ഏതെങ്കിലും റിസ്ക് ഫാക്ടർ ഉള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് നേരത്തെയുള്ള ഇടപെടലുകളിൽ കൂടെ നമുക്ക് പരമാവധി ഈ ഡിസബിലിറ്റി കുറച്ചെടുക്കാൻ പറ്റും. ലോക ഭിന്നശേഷി ദിനത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും നാം ഭിന്നശേഷിക്കാരുടെ നമ്മളുടെ കൂടെ ചേർത്ത് പിടിക്കണം. സോഷ്യൽ ഇൻക്ലൂസീവ്നെസ് ആണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഭിന്നശേഷിക്കാരെ മാത്രമല്ല, ഭിന്നശേഷിക്കാരുടെ കുടുംബം, അവരുടെ മാതാപിതാക്കൾ, അവരാണ് ഒരു ഭിന്നശേഷിയായ ആളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവരുടെ ഉന്നമനത്തിനും കൂടി വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ് ഡോക്ടർ മൊഹലിസ വി.